തെക്കൻ കേരളത്തിൽ ബി.ജെ.പിക്ക് കിട്ടിയ നഗരസഭ 4-ാം വർഷത്തിൽ ഉൾപാർട്ടി പോരിൽ ഭരണനഷ്ടം. ബി.ജെ.പി കൗൺസിലർ കെ.വി. പ്രഭ ഉയർത്തിയ എതിർപ്പുകൾക്ക് പാർട്ടിയിൽ നിന്നു തന്നെ 2 പേരുടെ പിന്തുണ കിട്ടി. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ കെ.വി. പ്രഭ ഒപ്പുവെച്ചു. ബി.ജെ.പി പ്രതിനിധികൾ കോമളവല്ലി, കിഷോർ എന്നിവർ കൂടി വിപ്പ് ലംഘിക്കുമെന്ന ഘട്ടം വന്നതോടെ രാജി അനിവാര്യമാവുകയായിരുന്നു. ഒരിക്കലും നാളെ അവിശ്വാസം വന്നിരുന്നെങ്കിൽ അത് പരാജയപ്പെട്ടു പോകത്തേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ ഉണ്ട്. അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അപ്പോൾ അതിനെനിക്ക് സമ്മതം കിട്ടി. അങ്ങനെ രാജിവെച്ചു. ഭരണത്തിൽ തിരികെ എത്താനാകുമെന്ന പ്രതീക്ഷയാണ് ബി.ജെ.പി നേതൃത്വത്തിന്. ബി.ജെ.പി തന്നെ ഉറപ്പായിട്ടും നഗരസഭ ഭരിക്കും. അതിനകത്തിന് ബി.ജെ.പിയെ അകറ്റി നിർത്താൻ വേണ്ടി LDF, UDF എന്ത് ശ്രമം നടത്തിയാലും ആ ശ്രമങ്ങളൊന്നും വിജയിക്കത്തില്ല. വിപ്പ് കൈപ്പറ്റാതിരുന്ന ബി.ജെ.പി കൗൺസിലർമാർ പ്രഭയും കിഷോറും ഇടതുപാളയത്തിൽ ഒളിവിലായിരുന്നു. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ തീരുമാനം കൈക്കൊള്ളണമെന്ന് പറഞ്ഞതിൽ എന്നെ അയോഗ്യനാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനും മറ്റുള്ള പരാതി കൊടുക്കുകയും മറ്റുള്ള നിയമപരമായ നടപടിയിലേക്ക് മുന്നോട്ട് നീങ്ങി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിശ്വാസ പ്രമേയത്തിൽ അതിൽ ഒപ്പിടാനിടയായ. പൂർണ്ണ സ്വീകാര്യത കിട്ടില്ലെന്ന് ഉറപ്പായ ഘട്ടത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച 3 കൗൺസിലർമാരെ അനുനയിപ്പിക്കാനായിരുന്നു അവസാന നിമിഷത്തിലെ രാജി. ഭിന്നത പരസ്യപ്പെടുത്തിയ 3 കൗൺസിലർമാർ അധ്യക്ഷയുടെയും ഉപാധ്യക്ഷയുടെയും രാജിയോടെ ബി.ജെ.പിയുമായി കൂടുതൽ അടുത്തേക്കും. 33-അംഗ കൗൺസിലിൽ 18 പേരുടെ പിന്തുണ ഉറപ്പാക്കി ഭരണം നിലനിർത്താനാകുമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.